മന്ത്രിസഭാ രൂപീകരണത്തിൽ സമഗ്രമായ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് ഇക്കുറി നൽകില്ല, പകരം ആരോഗ്യ വകുപ്പ് നൽകും. 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും മുസ്ലിം ലീഗിന് നൽകാനാണ് ആലോചന. അതിനിടെ ആരെ മന്ത്രിയാക്കണമെന്നത് സംബന്ധിച്ച ചർച്ചകൾ മുസ്ലിം ലീഗിലും ആരംഭിച്ചിരിക്കുകയാണ്. അരുൺ അമർനാഥും ഷഹീദും ചേരുകയാണ് തത്സമയം. അരുൺ, എത്രയോ കാലങ്ങളായി ലീഗ് കൈവശം വയ്ക്കുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇത്തവണ UDF-ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന സൂചനകൾ വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ സാമുദായിക സംഘടനകളൊക്കെ തന്നെ നേരത്തെ SNDP അടക്കം പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. ആ രീതിയിൽ അനീതി ഉണ്ടാകുന്നതടക്കമുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഏത് സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത കോൺഗ്രസിന് വരുന്നത്? അങ്ങനെയെങ്കിൽ പകരം പ്രധാനപ്പെട്ട ഒരു വകുപ്പായിട്ടുള്ള ആരോഗ്യവകുപ്പ് നൽകാൻ തന്നെയാണോ ലീഗ്? അക്കാര്യത്തിൽ തൃപ്തിപ്പെടുമോ? എന്താണ് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? പ്രജീഷ്, ലീഗിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലീഗിന്റെ മനസ്സിൽ പല ചിന്തകളുണ്ട്, പല തീരുമാനങ്ങളുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനത്തിന് ശേഷം മാത്രമേ ഉഭയകക്ഷി ചർച്ചകളിലേക്കൊക്കെ കടന്ന് മന്ത്രി തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ എന്നാണ്. അതുവരെയും പക്ഷേ ലീഗ് മനസ്സിൽ കരുതുന്ന പല തീരുമാനങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് ഈ ആദ്യം ചോദിച്ച ഈ അതൃപ്തിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 എന്നൊരു പദവിയിലേക്ക്, ക്യാബിനറ്റ് പദവി 4 എന്നൊരു നമ്പറിലേക്ക് ലീഗ് തൃപ്തിപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനെ സംബന്ധിച്ച് അവരുടെ സർവകാല റെക്കോർഡ് വിജയമാണ് നേടിയത്, ചരിത്ര വിജയമാണ്. അപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി, അതുകൂടാതെ 4 മന്ത്രിമാർ എന്നുള്ളതാണ്. ആകെ 5 മന്ത്രിമാർ എന്നുള്ളതാണ് ലീഗിന്റെ കണക്ക്. അതിലേക്ക് വരുമ്പോൾ തന്നെ ഉയർത്തി കാണിക്കേണ്ട പേരുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ലീഗിനുള്ളിൽ തന്നെ 8ഓ 9ഓ പേരുകളിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് 5 എന്നൊരു കണക്കിലേക്ക്, ലീഗിന്റെ തീരുമാനപ്രകാരമുള്ള 5 എന്നൊരു കണക്കിലേക്ക് തന്നെ എത്തണം എന്നുള്ളതാണ്. ഈ പേരുകളിലേക്ക് കടന്നു പോകുമ്പോൾ അത് മലപ്പുറം ജില്ലയിൽ നിന്ന് പുറമെ നിന്ന് തുടങ്ങിയാൽ കാസർഗോഡ് നിന്ന് ഇപ്പോൾ നിരന്തരമായി തിരഞ്ഞെടുക്കപ്പെട്ട AK മഷ്റഫിന്റെ പേര്, AK മഷ്റഫിനെ കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. കുറ്റ്യാടിയിൽ നിന്ന് വിജയിച്ച പാറക്കൽ അബ്ദുള്ള, ഒപ്പം മണ്ണാർക്കാട് നിന്ന് AN ഷംസുദ്ദീന് 90% ഉറപ്പിച്ച തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും അവസാനമായി ലീഗ് ഇത്തരത്തിൽ അവസാനമായി ഉപമുഖ്യമന്ത്രി ഉണ്ടാകുന്നത് തിരൂരങ്ങാടിയിൽ നിന്ന് ജയിച്ച ഔക്കാദർ കുട്ടി നഹയാണ്. അപ്പോൾ ലീഗിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഉപമുഖ്യമന്ത്രി സ്ഥാനം അനിവാര്യമാണ് എന്നൊരു തലത്തിൽ കോഴിക്കോട് നടന്ന ചർച്ചകൾ ഉൾപ്പെടെ ലീഗിനുള്ളിൽ ഒരു തീരുമാനം പോളിംഗിന് ശേഷവും ഉണ്ടായിരുന്നു. അത് മുതിർന്ന നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായി അംഗീകരിക്കുകയും ചെയ്താണ്. ലീഗ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഇനി പ്രധാനപ്പെട്ട പേരുകൾ മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ അത് PK ബഷീറും ഒപ്പം തന്നെ KM ഷാജിയും ആബിദ് ഹുസൈൻ തങ്ങളുമാണ്. ഈ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും വെച്ചു മാറുകയാണെങ്കിൽ ആബിദ് ഹുസൈൻ തങ്ങളുടെ സാധ്യത മാറും. കാരണം പ്രൊഫസർ എന്ന നിലയിൽ കൂടി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൂടിയാണ് അദ്ദേഹത്തിനെ പരിഗണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കോ ചർച്ചകളിലേക്കൊക്കെ എത്തേണ്ടതായി ഉണ്ടാവുക. എങ്കിലും PK ബഷീറും KM ഷാജി എന്ന പേരുകൾ, ഇതിലൊക്കെ ആരെ സോർട്ട് ഔട്ട് ചെയ്ത് ലീഗ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനം ലീഗ് ഈ 5 എന്ന കണക്കിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ 4 ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ലീഗ് തൃപ്തിപ്പെടുമോ എന്നൊരു ചോദ്യമാണ്. അത് തീർച്ചയായും അതൃപ്തി ലീഗിനിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത 100% ഉറപ്പുമാണ് കാണുന്നത്. പ്രജീഷ്.